എന്താ തുണിയൊന്നും വേണ്ട, അതിന് ചൂടൊന്നുമില്ല, വലിയ ചൂടില്ല. നീ അവിടെ വെച്ചോന്നു. എന്നാ ചൂട്? ആ ഇനിയിപ്പോൾ അതറിയണം ആരുടെ തുണിയാന്ന്. നൂഡിൽസ് വേണോ? ഓക്കെ. ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും വീഡിയോ ഇടണമെന്നാണ് ആഗ്രഹം. അതുകൊണ്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടാണ്. കുറച്ച് ഒരാഴ്ചയോളമുണ്ട് വ്യത്യാസം വീഡിയോയുടെ. അല്ലാതെ നമ്മൾ അന്നത്തെ അല്ല തലപുസ്തകമൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഇടാൻ പറ്റാതെ വരും. അതുകൊണ്ട് നേരത്തെ തന്നെ ചെയ്തു വെച്ചേക്കുക ഓരോന്നോരോന്നായിട്ട്. സമയമില്ലാത്തതുകൊണ്ട് അങ്ങനൊരു പ്രശ്നമുണ്ട്. എപ്പോഴാണ് ചിലപ്പോൾ ചെയ്യാൻ പറ്റാതെ വരിക, എപ്പോൾ കൂടുതലായിട്ട് ഇപ്പം 3 എണ്ണം ചെയ്ത് വെച്ച് ഇന്നലെ ഇന്നുമായിട്ട് അങ്ങനെ ഓരോ ദിവസം ചെയ്ത് കറക്റ്റാക്കി അപ്പം ചെയ്യുന്ന രീതിയിലായിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമാധാനമുണ്ട്. വീണ്ടും ഇന്ന് നല്ല മഞ്ഞും തണുപ്പുമാണല്ലോ. ചൂട് കൂടാനായിരിക്കും. പൈസയൊക്കെ റെഡിയായി. വെള്ളത്തിൻ്റെ കാര്യം ചോദിച്ചപ്പം ഇപ്പോൾ അവന്മാർ വെള്ളം തരികയില്ല. ഇപ്പം വേനലായതുകൊണ്ട് വെള്ളം കുറവാണ്. എല്ലാവർക്കും ഇപ്പോൾ കൊടുത്തേക്കുന്നവർക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ടൊക്കെ ഉള്ളതെന്നൊക്കെ പറയുന്നു. നമുക്ക് പണിയാണ്. ആ വെള്ളം എടുക്കാൻ പറ്റുമായിരുന്നു നോക്കിയത്. കുറച്ചെങ്കിലും കിട്ടിയാൽ നമ്മുടെ കാര്യം സ്മൂത്തായിട്ട് പോകും. പക്ഷെ അവർ തരുന്നില്ല. ഇപ്പം നിലവിൽ 2-3 പ്രാവശ്യം ചോദിച്ച് മെമ്പറുമൊക്കെ ആയിട്ട് സംസാരിച്ച് രണ്ടൊന്നും രക്ഷയില്ല. എന്നോടൊന്ന് ശ്രമിച്ചു നോക്കണം. എനിക്കാണെങ്കിൽ ഇരിക്കാനും പറ്റുന്നില്ല. ഞാൻ ഇവിടെ ഉണ്ടെങ്കിലല്ലേ എനിക്ക് ഇവിടെ വല്ലതും അന്വേഷിക്കാൻ പറ്റുള്ളൂ. ഇന്നും കുറച്ച് താമസിച്ച എടുത്ത് ചെയ്ത് കഴിഞ്ഞപ്പം കുറച്ച് സമയം പോയി. ആണോ? ഓക്കെ ഓക്കെ, ഞങ്ങൾ വരുന്നേ ഉള്ളൂ. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഇത് പൊക്കോ പൊക്കോ. ചവിട്ടാതെ പോ, പട്ടിയാ. അമലിന്റെ വണ്ടി വന്നെന്ന്. നിങ്ങളുടെ ബസ്, സ്കൂൾ ബസ്. ബസ് ഒന്നല്ല, വന്നോണ്ടിരിക്കുക. ബൈപ്പാസായി. ബൈപ്പാസായി. പോയിട്ട് വാ. ടാറ്റാ. തൂത്തോണ്ട് പറമ്പിൽ നിൽക്കുമ്പോഴാണ് അവിടെ തിരിച്ചു വന്നത്. ബസ് വന്നിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. ബസ് വന്നിട്ടുണ്ടായിരുന്നോ? വന്ന് നടക്കുമായിരുന്നോ? ആണോ? അപ്പുറത്ത് നീ കടത്തിയോ? അപ്പം പൈസ ആരുടെ കൊടുത്ത ബസ് ഫീസ്?
കയറി കൊടുത്തോ? ആണോ? അപ്പം ചേച്ചി ഇല്ലായിരുന്നല്ലേ? ഇന്ന് പക്ഷേ ബസ് നേരത്തെ ആയിരുന്നു. ബസ് വരേണ്ട സമയം ആയിട്ടേ ഉള്ളൂ. അപ്പുറം വഴി എങ്ങാണ്ടാ വന്നതെന്ന് തോന്നുന്നു. അത്ര ആയതുള്ളൂ. വരാനുള്ള സമയം ആയിരുന്നില്ല, കഴിഞ്ഞു. അത്ര ആയതേ ഉള്ളൂ. ഇടയ്ക്കും മുട്ടിനൊക്കെ ഇതിൽ രസമുണ്ട്. ഈ സമയത്തില്ല. ഈ സമയത്ത് ഇങ്ങോട്ടില്ല. പരിചയമുള്ള 2 പേര് അല്ല എന്തൊക്കെയുണ്ടായിരുന്നു വെച്ചാൽ ഇന്നും ഏകദേശം താമസിച്ചെങ്കിലും ഏകദേശം കറക്റ്റ് ടൈം ഇതാ. ഇതിൽ കൂടുതൽ താമസിച്ചാൽ പറ്റില്ല. ഈ സമയത്ത് എത്തണം. ഇവിടെ കുറച്ച് ബംഗാളികൾ പണിയുന്നുണ്ട്. മറ്റേ മേഴ്സിപ്പണി എന്തൊക്കെയോ. അവർ വരുന്ന ഇന്നോവയല്ല. വൺ സെറ്റപ്പി. കൊണ്ടുവരാനും എല്ലാം വണ്ടിയുണ്ട്. ഇപ്പോൾ രാവിലെ കൊണ്ടുവിട്ടിട്ട് പോവും, വൈകിട്ട് വന്ന് വിളിച്ചോണ്ട് പോവും. ആരും വന്നിട്ടില്ല, ഞാൻ തന്നെ ആദ്യം വന്നേ. ബംഗാളികൾക്ക് ഇന്ന് പണിയില്ലെന്ന് തോന്നുന്നു, അമ്മരെ കാണുന്നില്ല. ഈ സമയത്ത് ഇതിലെ കൂടെ നടക്കുവാണെങ്കിൽ സത്യം പറയാമല്ലോ, കുറഞ്ഞത് ഒരു പാമ്പിനെങ്കിലും കാണാം. ഞാൻ കടന്നു പോട്ടെ. അതുകൊണ്ട് ഇവിടെ നിന്നാലും ശരിയാവത്തില്ല. അപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് പാമ്പ് ഉണ്ടാകുന്ന സംഭവം. ചോറൂണൊക്കെ കഴിഞ്ഞ് ഒന്നും വലിയ പണിയൊന്നും ഇല്ലായിരുന്നു. ചെറിയ കുറേ പണികൾ ഉണ്ടാക്കാൻ വരുന്നു. പോകണം. ശ്യാമളമ്മ വരുന്നുണ്ട്. അമ്മയ്ക്ക് എന്തൊക്കെയോ മേടിക്കാനുണ്ട്. തന്നെ എൻ്റെ ഷോളെ കുറേ കരിയിൽ കൂടി. ശ്യാമളമ്മ വരുന്നുണ്ട്. അപ്പം ഉണ്ടാക്കാൻ വരുമെന്ന് പോയിട്ട് പറ്റുമെങ്കിൽ ശ്യാമളം വിളിച്ചുകൊണ്ട് കയറി വരണം. അല്ലെങ്കിൽ അതിന് മുന്നേ ആണെങ്കിൽ നാരായണി പോവായിരിക്കും. കഴിഞ്ഞ് ജയച്ചാച്ചനെ കാണിക്കണ്ടേ? ആ ബില്ലിൽ കയറി വന്നു. ഒരു ചുരിദാർ എടുത്തപ്പോൾ സ്ഥിരം അത് ഇടരുത്. നല്ല കാര്യം കാണിക്കണം. ഒന്ന് കാണിച്ചു തന്നെ. കാണിച്ച് താഴോട്ട് വലിച്ചിട്. അതിന്റെ മണ്ടേ കൂടെ ആണോ ഒരു ഡ്രസ്സ് ഇടുന്നേ? അങ്ങനെയാണോ ഒരു ഡ്രസ്സ് ഇടുന്നേ? ഇതിട്ടെ ഒക്കെ ഉണ്ട് കേട്ടോ, നല്ലത്. നാരായണിക്കുള്ള 745. തിരിഞ്ഞേ എന്തോ അത് ഒരുപാട് നോക്കി അവസാനം പറഞ്ഞ എടുത്തമ്മ.
ഇഷ്ടപ്പെട്ടെന്നെടുക്കും. മുഖം അങ്ങ് തെളിഞ്ഞു. സന്തോഷം. ഇനി അതിൻ്റെ ഷോ എടുക്കാൻ പോവാം. എന്താ മച്ചി എടുത്ത ചുരിദാർ സൂപ്പറാണ്. മെറ്റീരിയൽ കേട്ടോ, ഇത് കൊള്ളാം. ഈ കളർ ഇഷ്ടപ്പെട്ടു. ചേട്ടാ പിന്നെ അവസാനം പറയും, ഇത്രയും ഷർട്ടിൽ ഏതാ എടുത്തില്ലെന്ന് പറയും. എടുത്തുള്ളതൊക്കെ ഒരു വേണ്ടതൊക്കെ വരിക. ടവല് വേണോ? ടവല് വേണമായിരുന്നോ? പിന്നെ അതാ എന്നാ വേണമെന്ന് ചോദിച്ചത്. കോഫി വേണോ നാരങ്ങാവെള്ളം വേണോ? കോഫി പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറയാം നാരങ്ങാവെള്ളം വേണോ. അങ്ങനല്ല, അത് മൊത്തത്തിൽ എന്നാടി നിന്നോട് എന്നെ അത് പറഞ്ഞായിരുന്നോ? നീ ആ പുറകെ കൂടെ വന്ന് എടുക്കണോന്നൊക്കെ പറഞ്ഞത് പറഞ്ഞായിരുന്നോ? നീ എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. പാലില്ലെന്ന്. പാലിന്റെ അവിടെ ആരുമില്ല, അവർ ആശുപത്രിയിലാണ്. അവിടെ അവരില്ലെന്ന്. ഇന്ന് ഞാൻ മാറി നിന്ന് കൈ കാണിച്ച് വണ്ടി നിർത്തി ആകെ കയറി പോന്നു. ഗുരുദേവ് ഗുരുദേവ് തന്നെ വന്ന് ഒരാളെ നിർത്തി. ഞാനിച്ചിരി അങ്ങോട്ട് മാറി നിന്നു. പൊടിയുള്ള പണിയൊക്കെ കുറഞ്ഞു. ഇപ്പം അങ്ങനെ ഇടയ്ക്കൊക്കെ ഉള്ളൂ. അതായത് വലിയ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള പരിപാടിയില്ല. ഇടയ്ക്കൊക്കെ ഒന്ന് ചെറുതായിട്ട് അതേ ഉള്ളൂ. പിന്നെ ചേട്ടാ പോരാം.
മുടി ചുടി ശ്യാമളമ്മ നാളെ രാവിലെ അല്ല വൈകിട്ട് 10:30 ബസ്സിന് വയനാട് പോകുന്നതാണ്. അതിൻ്റെ ക്ഷീണം നാളെ വിട്ട പോന്നേ. അതിൻ്റെ ക്ഷീണം അതാ ഞാൻ പറഞ്ഞ കിടന്നുറങ്ങിക്കോ, ഞാൻ അങ്ങ് പൊക്കോളാം. നിങ്ങളൊക്കെ നാളെ ഒരു 9 മണി 8:30 ഒക്കെ ആകുമ്പോൾ എണീറ്റാൽ മതി. കാരണം ഇവർക്ക് 2 പേർക്കും പോകണ്ട. ചേട്ടാ പിന്നെ തൂത്ത് ഇന്ന് തൂത്തും അല്ല, ചേട്ടാ പോകുമ്പോഴേക്കും എല്ലാ ഫുഡെല്ലാം ശരിയാവും. ഞാൻ താഴെ പോയി ഇറങ്ങിക്കോളാം. അതുകൊണ്ട് അവിടെ കിടന്നോളാൻ പറഞ്ഞത് വൈകിട്ടേ ഉറങ്ങാൻ പറ്റിയില്ലെങ്കിലോ എന്ന് ഓർത്തിട്ടാ. സത്യമാണ്. കോട്ടയം വരെ പോയപ്പോൾ എനിക്ക് മനസ്സിലായി കിടന്ന് ഉറക്കോ പോകത്ത് പോലെ അനങ്ങത്തില്ല. അത് കഴിഞ്ഞ പ്രാവശ്യം എല്ലാ പ്രാവശ്യം ക്ഷീണമാണ്. ഇത്രയും ഈ പ്രാവശ്യം എനിക്ക് 60 കഴിഞ്ഞില്ലേ? 60 മുമ്പുള്ള കാര്യം പോലാണ്. നിങ്ങളിപ്പോ പറഞ്ഞവരൊക്കെ ഞാൻ ഉറക്കളിച്ചാലും ഉണ്ടല്ലോ, ഞാൻ ഉറങ്ങിയാലേ പകലും ഉറങ്ങിയാലും എനിക്ക് അങ്ങനെ ഉറക്കം പറ്റില്ല. പക്ഷെ ഈയിടെയൊക്കെ എന്തിനും ഗുളികയായിരിക്കും. ഞാനൊരു കാര്യം ഞാൻ പറയാം. പണ്ട് എന്റെയൊക്കെ ചെറുപ്പത്തില് അമ്മ ശരിയാ ടി വി കാണുന്നതല്ല, ഇങ്ങനെ നിൽക്കേ മനോരമയും മംഗളം വന്നിട്ട് ഇങ്ങനെ നടക്കുന്ന കാണാം. മംഗളം വായിച്ചുകൊണ്ടിരുന്നിട്ട് ഇങ്ങനെ ഉറങ്ങുന്ന കാണാം. അപ്പൊ അതോ ചെറുപ്പമായിരുന്നത് അല്ല പ്രായം ഉണ്ടായിരുന്നു 60 വയസ്സ്. ലൈറ്റ് കത്തിച്ചോണ്ട് വരുന്നേ വഴി കൂടെ ഇരുട്ടത്ത് പിന്നെ ലൈറ്റിലാണ്. ഇതിൽ പിന്നെ വെട്ടം വന്നപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യണം ആയിരിക്കും. ജയനത്തിനുള്ള അച്ചാറും കൂടെ ഒക്കെ. ഇന്ന് തന്നെ വിശേഷം, നല്ല വിശേഷങ്ങൾ. വൈറ്റ് കളർ ചെയ്യലെന്ന് ആരാ പറഞ്ഞു? നല്ല വൈറ്റ് കളർ ഓഫ് വൈറ്റ് നല്ല അത്. ഓ അങ്ങനെ ഉണ്ടോ? ഇങ്ങോട്ട് കഴുകാനുള്ള ഇവിടെ ഇടണം. നാളെ നിൻ്റെ കൂടെ ഇറങ്ങി വരുവാ ഞാൻ കഴുകാൻ. രാവിലെ തന്നെ പിള്ളേർക്ക് കൊടുത്തില്ല. അപ്പോൾ പിന്നെ അതൊക്കെ ഓഫ് ചെയ്ത് ചേട്ടാ അങ്ങനൊന്നും പറയല്ലേ. വെള്ളം ഒന്നും പറയുന്ന ഇനി ഇല്ല, വെള്ളം ഇല്ല ഇനി കേട്ടല്ലോ.